പോൾ ബ്രിണ്ടൻ എഴുതിയ വളരെ പ്രസിദ്ധമായ എ സെർച്ച് ഇൻ സീക്രട്ട് ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ 5-ാമത്തെ അധ്യായമാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ കണ്ടുകാണുമല്ലോ. നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം. കാലം എനിക്കു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. വാച്ചിലെ സൂചികൾ വേഗത്തിൽ ചുറ്റി. കലണ്ടറിലെ ദിവസങ്ങൾ മറിഞ്ഞു വീണു. ഞാൻ ദക്ഷിണേന്ത്യയിലേക്കുള്ള യാത്ര തുടർന്നു. ഡെക്കാൻ പീഠഭൂമിയിലൂടെ മുന്നേറി. യാത്രക്കിടയിൽ പല അപൂർവ സ്ഥലങ്ങളും കണ്ടു. പക്ഷേ അപൂർവ മനുഷ്യരെ അത്രയധികം കണ്ടില്ല. എന്തുകൊണ്ടെന്നറിയാത്ത ഒരു അദൃശ്യ ശക്തി എന്നെ മുന്നോട്ട് തള്ളിക്കൊണ്ടിരുന്നു. അതിനെക്കുറിച്ച് എനിക്ക് ബോധ്യമില്ലായിരുന്നു, പക്ഷേ എതിർക്കാനും കഴിഞ്ഞില്ല. ചിലപ്പോൾ ഞാനൊരു അന്വേഷകക്കാരനല്ല, ഒരു സാധാരണ സഞ്ചാരി എന്ന പോലെ വേഗത്തിൽ മുന്നോട്ടു പോകുന്നതായി എനിക്ക് തന്നെ തോന്നി. അവസാനം മദ്രാസിലേക്കുള്ള ട്രെയിനിൽ ഞാൻ കയറിപ്പറ്റി. അവിടെ കുറച്ചുകാലം താമസിച്ച് യാത്രയ്ക്കൊരു സ്ഥിരത നൽകണമെന്നായിരുന്നു എന്റെ തീരുമാനം. ദീർഘമായ രാത്രിയാത്രയിൽ ഉറക്കം എളുപ്പത്തിൽ വന്നില്ല. ആ നിമിഷങ്ങളിൽ പശ്ചിമ ഇന്ത്യയിൽ സഞ്ചരിച്ച ആഴ്ചകളിൽ എനിക്ക് ലഭിച്ച അദൃശ്യ നേട്ടങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. സത്യമായി സമ്മതിക്കേണ്ടി വന്നു. ഇതുവരെ ഞാൻ കണ്ടുമുട്ടിയ ഒരു യോഗിയെയും കണ്ടെത്തി എന്ന ആത്മതൃപ്തിയോടെ പറയാൻ കഴിയില്ല. ഒരു ഋഷിയെ കണ്ടെത്തുമെന്ന ആശയം ഇപ്പോൾ എന്റെ മനസ്സിന്റെ അകലങ്ങളിൽ മറഞ്ഞിരുന്നു. അതേസമയം ഉറങ്ങിക്കിടക്കുന്ന ഇന്ത്യയിലെ അന്ധവിശ്വാസങ്ങളും ശ്വാസം മുട്ടിക്കുന്ന ആചാരങ്ങളും ഞാൻ മതിയാവോളം കണ്ടിരുന്നു. ബോംബെയിൽ പരിചയപ്പെട്ട ചിലർ മുന്നറിയിപ്പ് നൽകിയ സംശയങ്ങളും സംശയബോധവും വെറുതെയല്ലെന്ന് എനിക്ക് തോന്നി. എന്റെ സ്വമേധയാ ഏറ്റെടുത്ത ദൗത്യം എളുപ്പമല്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഇവിടെ ഭക്തന്മാർ അനവധി രൂപങ്ങളിലുണ്ട്, പക്ഷേ അവരിൽ പലരും ആഴത്തിലുള്ള ആകർഷണം നൽകുന്നില്ല. ക്ഷേത്രങ്ങളുടെ മുന്നിലൂടെ നടക്കുമ്പോൾ അകത്തുള്ള രഹസ്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതുപോലെ തോന്നും. ഞാൻ വാതിൽപ്പടിയിൽ നിന്നും അകത്തേക്ക് നോക്കുമ്പോൾ മണിമുഴക്കി പ്രാർത്ഥിക്കുന്ന ആളുകളെ കാണാം, ദൈവം കേൾക്കാതെ പോകാതിരിക്കാൻ എന്നോണം. മദ്രാസിലെത്തിയത് എനിക്ക് ആശ്വാസമായി. നഗരത്തിന്റെ ചിതറിപ്പടർന്ന നിറക്കാഴ്ചകൾ എന്നെ ആകർഷിച്ചു. ഞാൻ യൂറോപ്യൻ അന്തരീക്ഷം ഒഴിവാക്കി ഇന്ത്യക്കാരുമായി കൂടുതൽ അടുത്തിടപഴകാൻ നഗരത്തിന് പുറത്തുള്ള ഒരു മനോഹരമായൊരു ചെറിയ പട്ടണത്തിൽ താമസമുറപ്പിച്ചു. അത് ബ്രാഹ്മണരുടെ തെരുവായിരുന്നു. മണൽ നിറഞ്ഞ വഴിയിൽ കാലുകൾ താഴ്ന്നുപോകും. നടപ്പാതകൾ മണ്ണ് തട്ടാണ്. 20-ാം നൂറ്റാണ്ടിന്റെ പരിഷ്കരണ സ്പർശം ഇവിടെ എത്തിയിട്ടില്ലെന്ന് തോന്നും. വൈറ്റ് വാഷ് ചെയ്ത വീടുകൾക്ക് തൂണുകളുള്ള വരാന്തകളും തുറന്ന മുറ്റങ്ങളുമുണ്ടായിരുന്നു. ഞാൻ താമസിക്കുന്ന വീട്ടിൽ നടുവിലൊരു ചെറു അങ്കണവും അതിനു ചുറ്റി വരാന്തയുമുണ്ടായിരുന്നു. പഴയ കിണറിൽ നിന്ന് കപ്പിയിലൂടെ വെള്ളം കോരിയെടുക്കുകയായിരുന്നു. ഈ പ്രദേശം വിട്ട് കുറച്ചു ദൂരം നടന്നാൽ തന്നെ ഉഷ്ണമേഖലാ പ്രകൃതിയുടെ സമൃദ്ധി എന്നെ വിസ്മയിപ്പിച്ചു. അടയാർ നദി അരമണിക്കൂർ നടപ്പിലെത്താവുന്നതാണെന്ന് ഞാൻ കണ്ടെത്തി. നദിക്കരയിലെ തെങ്ങിൻതോട്ടങ്ങൾ എനിക്കേറെ ഇഷ്ടമായി. ഒഴിവു സമയങ്ങളിൽ ഞാൻ അവിടെയിരുന്നു, അല്ലെങ്കിൽ നദിയുടെ ശാന്തമായ ഒഴുക്കിനൊപ്പം ഒരു ദീർഘമായൊരു നടത്തം. ഒരു ദിവസം ഒരു ബ്രാഹ്മണ പരിചയക്കാരനോടൊപ്പം നദിക്കരയിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്നെന്റെ കൈ പിടിച്ചു. നോക്കൂ, അദ്ദേഹം പറഞ്ഞു, നമ്മുടെ മുന്നോട്ട് വരുന്ന ആ യുവാവിനെ കാണുന്നുണ്ടോ? അവനൊരു യോഗിയാണെന്നറിയപ്പെടുന്നു, പക്ഷേ അവൻ ആരോടും സംസാരിക്കാറില്ല. അവൻ ഏകദേശം 35 വയസ്സുള്ളവനായി തോന്നി. ശരീരഘടന കായികശേഷിയുള്ളതായിരുന്നു. മുഖസവിശേഷതകൾ എന്നെ അതിശയിപ്പിച്ചു. കറുത്ത നിറം, വീതിയുള്ള മൂക്ക്, നിറഞ്ഞ അധരങ്ങൾ, ശക്തമായ ശരീരം. നീണ്ട മുടി തലമുകളിൽ ചുരുണ്ടുകെട്ടിയിരുന്നു. വലിയ ചെവിപ്പൂട്ടുകളും ശരീരത്തിൽ ചുറ്റിയ ഒരു വെളുത്ത ഷാളും. കാലുകൾ നഗ്നം. അവൻ ഞങ്ങളെ പൂർണ്ണമായി അവഗണിച്ചു. തല താഴ്ത്തി പതുക്കെ നടന്നു. അവന്റെ മനസ്സ് ആഴത്തിലുള്ള ചിന്തയിലാണെന്നൊരു തോന്നൽ. എന്തായിരിക്കും ആ നടത്തധ്യാനത്തിന്റെ വിഷയം? എനിക്ക് അവനോട് സംസാരിക്കണമെന്ന ശക്തമായ ആഗ്രഹം തോന്നി. നമുക്ക് തിരിഞ്ഞു നടന്ന് സംസാരിക്കാൻ ശ്രമിക്കാം, ഞാൻ പറഞ്ഞു. എന്റെ കൂട്ടുകാരൻ എതിർത്തു. പ്രയോജനമില്ല. എങ്കിലും ഞാൻ തിരിച്ചു നടന്ന് അയാളുടെ പുറകെ നീങ്ങി. ഒടുവിൽ എല്ലാ ആചാരങ്ങളും മറന്ന് ഞാൻ അയാളുടെ മുന്നിൽ നിന്നു. കുറച്ച് ഹിന്ദുസ്ഥാനി വാക്കുകൾ പരീക്ഷിച്ചു. അയാൾ നോക്കി, ചെറുചിരി വരുത്തി, പക്ഷേ തലകുലുക്കി നിഷേധിച്ചു. അവസാനം അത്ഭുതകരമായി അയാൾ കൈകൊണ്ട് ആഗ്യം കാണിച്ചു. അടുത്തുള്ള ഒരു തെങ്ങിൻ ചുവട്ടിലേക്ക് നമ്മെ നയിച്ചു. അവിടെ ഇരിക്കാൻ സൂചിപ്പിച്ചു. പിന്നെ അയാളും നിലത്തിരുന്നു. ബ്രാഹ്മണനോട് തമിഴിൽ കുറച്ച് പറഞ്ഞു. അവന്റെ ശബ്ദത്തിൽ ഒരു സംഗീതാത്മകതയുണ്ടായിരുന്നു.
അയാൾ നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറാണ്, എൻ്റെ കൂട്ടുകാരൻ വിവർത്തനം ചെയ്തു. അങ്ങനെ ദക്ഷിണേന്ത്യയിലെ എൻ്റെ യാത്രയിൽ ഒരു മൗനയോഗിയുമായുള്ള ആദ്യ കൂടിക്കാഴ്ച ആരംഭിച്ചു. ഞാൻ ആദ്യം ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ പേരാണ്. അതിന് മറുപടിയായി കേട്ടത് അത്രയും നീളമുള്ള പേരുകളുടെ ഒരു നിരയായിരുന്നു. കേൾക്കുമ്പോൾ തന്നെ തല ചുറ്റിപ്പോയി. അവൻ്റെ പ്രധാന പേര് ബ്രഹ്മസുഖാനന്ദ എന്നാണ് തോന്നിയത്. അതിനൊപ്പം തന്നെ അത്രയും നീളമുള്ള 4ഓളം പേരുകൾ കൂടി ഉണ്ടായിരുന്നു. എല്ലാം ചേർത്ത് വിളിക്കണമെങ്കിൽ ഒരു മുഴുവൻ പേജും പേരുകൾ കൊണ്ട് നിറയുമെന്ന നില. അതിനാൽ കാര്യങ്ങൾ ലളിതമാക്കാൻ ഞാൻ തന്നെ ഒരു തീരുമാനമെടുത്തു. ഇത്രയും ദൈർഘ്യമുള്ള പേരുകൾ ഒഴിവാക്കി അദ്ദേഹത്തിനെ ബ്രഹ്മ എന്ന ചുരുങ്ങിയ പേരിൽ വിളിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. സംഭാഷണത്തിനും കേൾക്കുന്നവർക്കും അതാണ് സൗകര്യമെന്ന് തോന്നി. ഞാൻ പറഞ്ഞു, എനിക്ക് യോഗയിൽ താൽപ്പര്യമുണ്ട്, അതിനെക്കുറിച്ച് കുറച്ചറിയാൻ ആഗ്രഹിക്കുന്നു. വിവർത്തനം കേട്ടതോടെ യോഗി തലകുലുക്കി, ഒന്ന് ചിരിച്ചു. അതിനെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാം, നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം എന്നായിരുന്നു മറുപടി. നിങ്ങൾ പിന്തുടരുന്ന യോഗരീതി ഏതാണ് എന്നായിരുന്നു എൻ്റെ അടുത്ത ചോദ്യം. അദ്ദേഹം ശാന്തമായി പറഞ്ഞു, ഞാൻ അഭ്യസിക്കുന്നത് ശരീരനിയന്ത്രണത്തെ അടിസ്ഥാനമാക്കിയ യോഗമാണ്. എല്ലാ യോഗരീതികളിലും ഏറ്റവും കഠിനമായ ഒന്ന് അതുതന്നെയാണ്. ശരീരവും ശ്വാസവും വഴങ്ങാത്ത കാളകളെപ്പോലെയാണ്. അവയെ കീഴടക്കിയ ശേഷം മാത്രമേ നാഡികളെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ കഴിയൂ. അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ബ്രഹ്മ നദിയുടെ അപ്പുറത്തേക്ക് നോക്കി കുറച്ചു നിമിഷം മൗനത്തിലായി. പിന്നെ പറഞ്ഞു, ശരീരാരോഗ്യം, മനോബലം, ദീർഘായുസ്, ഇതൊക്കെ അതിലെ ചില ഫലങ്ങളാണ്. ഈ യോഗരീതിയിൽ പൂർണ്ണ നിയന്ത്രണം നേടിയ ഒരാൾക്ക് ശരീരം ഇരുമ്പുപോലെ ശക്തമാകും. വേദന അവനെ അലട്ടുകയില്ല. ഞാൻ അറിയുന്ന ഒരാൾക്ക് ശസ്ത്രക്രിയ പോലും അനസ്തേഷ്യയില്ലാതെ സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിശക്തമായ തണുപ്പിലും തുറന്ന ശരീരത്തോടെ ഇരുന്നിട്ടും അവന് യാതൊരു ദോഷവും സംഭവിക്കില്ല. ഈ സംഭാഷണം പ്രതീക്ഷിച്ചതിലും ഗൗരവമുള്ളതാകുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഉടൻ തന്നെ കുറിപ്പ് പുസ്തകമെടുത്തു. ബ്രഹ്മ അത് കണ്ട് ഒന്ന് ചിരിച്ചു, പക്ഷേ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. നിങ്ങളുടെ യോഗബാധയെക്കുറിച്ച് കൂടുതൽ പറയാമോ? ഞാൻ ചോദിച്ചു. അദ്ദേഹം തുടർന്നു, എന്റെ ഗുരു ഹിമാലയത്തിലെ തുറന്ന മലനിരകളിൽ ജീവിച്ച ഒരാളാണ്. മഞ്ഞും ഐസും നിറഞ്ഞ പ്രദേശം, അതിയായ തണുപ്പ്, അതായിരുന്നു അദ്ദേഹത്തിന്റെ ദിനചര്യ. ശരീരം മൂടാൻ ഒരു കുങ്കുമനിറത്തിലുള്ള വസ്ത്രം മാത്രം. വെള്ളം ഉടൻ മഞ്ഞാകുന്ന സ്ഥലങ്ങളിൽ പോലും മണിക്കൂറുകളോളം അദ്ദേഹം ധ്യാനത്തിലിരിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല. അതാണ് നമ്മുടെ യോഗത്തിന്റെ ശക്തി. അങ്ങനെയെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ ശിഷ്യനല്ലേ? അതെ, അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇനിയും ദൂരം ബാക്കിയുണ്ട്. 12 വർഷമായി ഒരു ദിവസം പോലും വിട്ടുകൂടാതെ ഞാൻ ഈ അഭ്യാസങ്ങൾ തുടരുകയാണ്. അതിലൂടെ നിങ്ങൾക്ക് പ്രത്യേക കഴിവുകൾ ലഭിച്ചിട്ടുണ്ടോ? ബ്രഹ്മ തലകുലുക്കി. പക്ഷെ അതിനപ്പുറമൊന്നും പറഞ്ഞില്ല. എന്റെ കൗതുകം കൂടി. യോഗത്തിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തിപ്പെട്ടു എന്ന് ചോദിക്കാൻ അനുവാദമുണ്ടോ? ഞാൻ സൂക്ഷ്മമായി ചോദിച്ചു. കുറച്ചു നിമിഷം മൗനം. നാം 3 പേരും തെങ്ങിൻ ചുവട്ടിലിരിക്കുന്നു. മറുകരയിൽ കാക്കകളുടെ കർക്കശമായ വിളിയും തെങ്ങിൻ മുകളിൽ കുരങ്ങുകളുടെ ചലനങ്ങളും കേൾക്കാം. നദിയുടെ ജലശബ്ദം ആ നിശബ്ദതയെ കൂടുതൽ ആഴത്തിലാക്കി. അവസാനം ബ്രഹ്മ സംസാരിച്ചു. തീർച്ചയായും ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു തുടങ്ങി. ഞാൻ കുട്ടിക്കാലം മുതൽ തന്നെ ഒറ്റപ്പെട്ട സ്വഭാവക്കാരനായിരുന്നു. മറ്റു കുട്ടികളോടൊപ്പം കളിക്കുന്നതിൽ എനിക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല. തോട്ടങ്ങളിലും വയലുകളിലും ഒറ്റയ്ക്കലഞ്ഞു തിരിയുന്നതാണ് എനിക്കിഷ്ടം. ഏകാന്തതയുള്ളൊരു ബാലനെ പലർക്കും മനസ്സിലാകാറില്ല. ജീവിതത്തിൽ എനിക്ക് വലിയ സന്തോഷമൊന്നുമുണ്ടായിരുന്നില്ല. ഏകദേശം 12 വയസ്സുള്ളപ്പോൾ മുതിർന്ന ചിലരുടെ സംഭാഷണം കേൾക്കാനിടയായി. അപ്പോഴാണ് ഞാൻ ആദ്യമായി യോഗയെക്കുറിച്ചറിഞ്ഞത്. അതൊരു പുതിയ ലോകത്തിന്റെ വാതിൽ തുറന്നതുപോലെ തോന്നി. തുടർന്ന് ഞാൻ പലരോടും ചോദിച്ചു. തമിഴിൽ എഴുതിയ കുറച്ച് പുസ്തകങ്ങൾ ലഭിച്ചു. അവയിൽ യോഗിമാരെക്കുറിച്ച് അത്ഭുതകരമായ കാര്യങ്ങൾ എഴുതിയിരുന്നു. വെള്ളമില്ലാത്ത മരുഭൂമിയിൽ ഓടുന്ന കുതിരയ്ക്ക് ദാഹം കൂടുന്നതുപോലെ എൻ്റെ മനസ്സിനും കൂടുതൽ അറിയാനുള്ള ദാഹമുണ്ടായി. പക്ഷെ ഒരു ഘട്ടത്തിൽ അതിനപ്പുറം മുന്നോട്ടു പോകാൻ കഴിയുന്നില്ലെന്ന് തോന്നി. ഒരു ദിവസം ഒരു പുസ്തകത്തിലെ ഒരു വാചകം വീണ്ടും വായിച്ചു. അതിങ്ങനെയായിരുന്നു: യോഗപഥത്തിൽ വിജയം നേടാൻ വ്യക്തിഗത ഗുരു അനിവാര്യമാണ്. ആ വാക്കുകൾ എന്നിൽ ശക്തമായ സ്വാധീനം ചെലുത്തി.
ഗുരുവിനെ കണ്ടെത്താൻ വീട് വിട്ട് യാത്ര ചെയ്യേണ്ടതുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ എൻ്റെ മാതാപിതാക്കൾ അതിന് അനുമതി നൽകിയില്ല. മറ്റു വഴിയില്ലാതെ രഹസ്യമായി ശ്വാസാഭ്യാസങ്ങൾ ചെയ്യാൻ ഞാൻ തുടങ്ങി. അതിൻ്റെ ഫലം ഗുണകരമായിരുന്നില്ല, മറിച്ച് അപകടകരമായി തീർന്നു. ഗുരുവിൻ്റെ മാർഗനിർദ്ദേശമില്ലാതെ ഇത്തരം അഭ്യാസങ്ങൾ അപകടകരമാണെന്ന് അന്നെനിക്കറിയില്ലായിരുന്നു. ഒടുവിൽ എൻ്റെ മൂർധാവിൽ ഒരു മുറിവ് പ്രത്യക്ഷപ്പെട്ടു. രക്തമൊഴുകി, ശരീരം തണുത്തും മരവിച്ചും പോയി. ഞാൻ മരിക്കുകയാണെന്ന് തന്നെ കരുതി. അപ്പോൾ ഒരത്ഭുതകരമായ ദർശനം സംഭവിച്ചു. ഒരു വൃദ്ധ യോഗി എന്നോട് പറഞ്ഞു, നീ അനുവാദമില്ലാതെ ചെയ്ത ഈ അഭ്യാസങ്ങൾ നിന്നെ എത്ര അപകടത്തിലേക്ക് നയിച്ചെന്നിപ്പോൾ മനസ്സിലായില്ലേ? ഇതൊരു കടുത്ത പാഠമായി കരുതുക. അതു പറഞ്ഞതോടെ ദർശനം അപ്രത്യക്ഷമായി. അത്ഭുതകരമായി ആ നിമിഷം മുതൽ എൻ്റെ നിലം മെച്ചപ്പെട്ടു. ഞാൻ പൂർണ്ണമായി സുഖം പ്രാപിച്ചു. പക്ഷേ തലയിൽ ആ മുറിവിൻ്റെ അടയാളം ഇന്നും അവശേഷിക്കുന്നു. ബ്രഹ്മ തന്റെ തലയൊന്ന് താഴ്ത്തി മൂർധാവ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അദ്ദേഹത്തിന്റെ തലയുടെ നടുവിൽ ചെറുതായി വൃത്താകൃതിയിലുള്ള ഒരു മുറിവ് വ്യക്തമായി കാണാമായിരുന്നു. അദ്ദേഹം തുടർന്നു പറഞ്ഞു, ആ ദുരനുഭവത്തിനു ശേഷം ഞാൻ ശ്വാസാഭ്യാസങ്ങൾ പൂർണ്ണമായും നിർത്തി. കുറച്ചു വർഷങ്ങൾ ഞാൻ കാത്തിരുന്നു, വീട്ടിലെ ബന്ധനങ്ങൾ അല്പം അയഞ്ഞു വരുന്നതുവരെ. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഞാൻ വീട് വിട്ട് ഗുരുവിനെ തേടി പുറപ്പെട്ടു. ഒരു ഗുരുവിനെ ശരിയായി തിരിച്ചറിയാൻ ഏറ്റവും നല്ല മാർഗം ഗുരുവിനൊപ്പം കുറച്ചു മാസങ്ങൾ ജീവിക്കുകയാണെന്ന് എനിക്ക് ബോധ്യമായിരുന്നു. അങ്ങനെ ഞാൻ പല ഗുരുക്കന്മാരെയും കണ്ടു. ചിലരോടൊപ്പം കുറച്ചുകാലം താമസിച്ചു, പിന്നെ നിരാശയോടെ തിരികെ വീട്ടിലേക്ക് മടങ്ങി. ചിലർ മഠങ്ങളുടെ തലവന്മാരായിരുന്നു, ചിലർ ആത്മീയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ നേതാക്കളും. പക്ഷേ ആരും എന്നെ തൃപ്തിപ്പെടുത്തിയില്ല. അവർ ധാരാളം തത്വചിന്തകൾ പറഞ്ഞു, പക്ഷേ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള മാർഗനിർദ്ദേശം വളരെ കുറവായിരുന്നു. പുസ്തകങ്ങളിൽ എഴുതിയതെല്ലാം ആവർത്തിക്കുന്നവരായിരുന്നു അവർ. എനിക്ക് പുസ്തകജ്ഞാനം വേണ്ടിയിരുന്നില്ല, എനിക്ക് വേണ്ടിയത് ജീവിച്ച അനുഭവമായിരുന്നു. ഇങ്ങനെ 10 ഗുരുക്കന്മാരെ ഞാൻ കണ്ടു, പക്ഷെ ഒരാളും യഥാർത്ഥ യോഗഗുരുവായി തോന്നിയില്ല. എങ്കിലും ഞാൻ നിരാശനായില്ല. പരാജയങ്ങൾ എൻ്റെ ആഗ്രഹത്തെ കൂടുതൽ ശക്തമാക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ യുവാവായി തീർന്നിരുന്നു. ഞാനൊരു തീരുമാനമെടുത്തു. ലോകജീവിതം ഉപേക്ഷിച്ച് യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരും, അത് ജീവൻ വരെ ആവശ്യപ്പെട്ടാലും. അങ്ങനെ എൻ്റെ 11ാമത്തെ തീർത്ഥയാത്ര ഞാൻ ആരംഭിച്ചു. അലഞ്ഞു തിരിഞ്ഞ് ഞാൻ തഞ്ചാവൂർ ജില്ലയിലെ ഒരു വലിയ ഗ്രാമത്തിലെത്തി. പ്രഭാതസ്നാനത്തിനായി ഞാൻ നദീകരയിൽ ചെന്നു. കുളി കഴിഞ്ഞ് നദീതീരത്തിലൂടെ നടക്കുമ്പോൾ ചുവന്ന കല്ലിൽ നിർമ്മിച്ച ഒരു ചെറിയ ക്ഷേത്രം ഞാൻ കണ്ടു. അത്ര വലുതല്ല, ഒരു ചെറു ക്ഷേത്രം പോലെയായിരുന്നു. കൗതുകത്തോടെ ഞാൻ അകത്തു നോക്കി. അവിടെ ഒരു മനുഷ്യൻ, ശരീരത്തിൽ വളരെ കുറച്ചു വസ്ത്രം മാത്രമിട്ട് വൃത്താകൃതിയിലിരുന്ന ചില പുരുഷന്മാരുടെ നടുവിൽ ഇരിക്കുകയായിരുന്നു. ചുറ്റുമിരുന്നവർ അതീവ ആദരവോടെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്നു. ആ മുഖത്ത് ഒരു ഗൗരവവും മഹത്വവും വിശദീകരിക്കാൻ പറ്റാത്തൊരു രഹസ്യഭാവവും ഉണ്ടായിരുന്നു. ഞാൻ കവാടത്തിനരികിൽ തന്നെ നിന്നു, അത്ഭുതത്തോടെയും ആകർഷണത്തോടെയും. അപ്പോൾ എനിക്ക് തോന്നി, ഇത് സാധാരണ ഒരു ഉപദേശമല്ല, ഒരു യഥാർത്ഥ യോഗിയുടെ സാന്നിധ്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത് എന്ന് എനിക്ക് തന്നെ വിശദീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അപ്രതീക്ഷിതമായി ഗുരു കവാടത്തിലേക്ക് തിരിഞ്ഞു. നമ്മുടെ കണ്ണുകൾ തമ്മിൽ കൂടിച്ചേർന്നു. അകത്തുനിന്ന് എന്തോ ഒരു ശക്തമായ ആഹ്വാനം തോന്നി. ഞാൻ അകത്തേക്ക് കടന്നു. അദ്ദേഹം സ്നേഹത്തോടെ എന്നെ സ്വാഗതം ചെയ്തു. ഇരിക്കാൻ പറഞ്ഞു. പിന്നെ ഇങ്ങനെ പറഞ്ഞു, 6 മാസം മുമ്പ് നിന്നെ ശിഷ്യനാക്കാൻ എനിക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു. ഇപ്പോൾ നീ എത്തി. അത് കേട്ടപ്പോൾ ഞാൻ അമ്പരന്നു. ഞാൻ വീട് വിട്ട് പുറപ്പെട്ടിട്ട് കൃത്യമായി 6 മാസം കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഗുരുവിനെ കണ്ടെത്തിയത്. അതിനുശേഷം അദ്ദേഹം എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ കൂടെ യാത്ര ചെയ്തു. ചിലപ്പോൾ നഗരങ്ങളിലേക്കും, ചിലപ്പോൾ വനങ്ങളിലേക്കും, ഏകാന്തമായ കാടുകളിലേക്കും. അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശത്തിൽ ഞാൻ യോഗപഥത്തിൽ നല്ല പുരോഗതി കൈവരിച്ചു. അപ്പോൾ എനിക്ക് ആദ്യമായി തൃപ്തി തോന്നി. എൻ്റെ ഗുരു വളരെ അനുഭവസമ്പന്നനായ യോഗിയായിരുന്നു. അദ്ദേഹം പിന്തുടർന്നത് ശരീരനിയന്ത്രണത്തെ അടിസ്ഥാനമാക്കിയ യോഗപഥമാണ്. യോഗത്തിന് പല രീതികളുണ്ട്, ഓരോന്നിനും വ്യത്യസ്ത മാർഗങ്ങളും അഭ്യാസങ്ങളും. എനിക്ക് പഠിപ്പിച്ചത് ശരീരത്തിൽ നിന്ന് തുടങ്ങുന്ന ഏക രീതിയായിരുന്നു, മനസ്സിൽ നിന്നല്ല. ശ്വാസനിയന്ത്രണവും എനിക്ക് പഠിപ്പിച്ചു. ഒരിക്കൽ ഒരു യോഗശക്തി സ്വീകരിക്കാൻ തയ്യാറാകാൻ ഞാൻ 40 ദിവസം ഉപവസിക്കേണ്ടി വന്നു. പിന്നീടൊരു ദിവസം എൻ്റെ ഗുരു എന്നെ വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ ലോകത്തിൽ നിന്ന് പൂർണ്ണമായി പിന്മാറാനുള്ള സമയം നിനക്ക് വന്നിട്ടില്ല. നിന്റെ ജനങ്ങളിലേക്ക് മടങ്ങുക, സാധാരണ ജീവിതം നയിക്കുക. നീ വിവാഹം കഴിക്കും,
നിനക്ക് ഒരു കുഞ്ഞുണ്ടാകും. 39 വയസ്സാകുമ്പോൾ ചില അടയാളങ്ങൾ നിന്നെ തേടിയെത്തും. അതിനുശേഷം നീ വീണ്ടും ലോകം ഉപേക്ഷിച്ച് കാടുകളിലേക്ക് മടങ്ങും. ഏകാന്ത ധ്യാനത്തിലൂടെ നീ എല്ലാ യോഗികളും തേടുന്ന ലക്ഷ്യത്തിലെത്തും. ഞാൻ നിന്നെ കാത്തിരിക്കും. ഞാൻ അദ്ദേഹത്തിന്റെ ആജ്ഞ അനുസരിച്ചു. നാട്ടിലേക്ക് മടങ്ങി. അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ വിവാഹം കഴിച്ചു. എനിക്കൊരു കുഞ്ഞും പിറന്നു. എന്നാൽ അധികം കാലം കഴിഞ്ഞില്ല. എന്റെ ഭാര്യ മരിച്ചു. അതിനുശേഷം എന്റെ മാതാപിതാക്കളും ഇല്ലാതായി. അപ്പോൾ ഞാൻ ഈ സ്ഥലത്തേക്ക് വന്നു. എന്റെ ബാല്യകാലം അറിയുന്ന ഒരു വയോധിക വിധവയുടെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അവർ എന്റെ ദൈനംദിന കാര്യങ്ങൾ നോക്കുന്നു. എന്നാൽ വർഷങ്ങളുടെ ഏകാന്ത ജീവിതം അവർക്ക് നൽകിയ വിവേകം കൊണ്ട് ഞാൻ പാലിക്കേണ്ട ഏകാന്ത ജീവിതത്തെ അവർ മാനിക്കുന്നു. ബ്രഹ്മ സംസാരിച്ചു നിർത്തി. അവന്റെ ജീവിതകഥ എന്നിൽ അത്രയും ആഴത്തിൽ പതിഞ്ഞിരുന്നതുകൊണ്ട് എന്റെ ചോദ്യങ്ങളും മൗനത്തിലായി. കുറച്ചു നിമിഷങ്ങൾ പൂർണ്ണമായ നിശബ്ദത. പിന്നീട് യോഗി എഴുന്നേറ്റ് വീടിന്റെ ദിശയിൽ നടന്നു തുടങ്ങി. ഞാനും ബ്രാഹ്മണനും അദ്ദേഹത്തെ പിന്തുടർന്നു. നമ്മുടെ വഴി പനത്തോട്ടങ്ങളിലൂടെയും കസ്യൂറിന മരങ്ങളുടെ കൂട്ടങ്ങളിലൂടെയും കടന്നുപോയി. നദി സൂര്യപ്രകാശത്തിൽ തിളങ്ങിക്കൊണ്ടിരുന്നു. നദീതീരത്ത് നടന്ന് 1 മണിക്കൂർ സമയം സന്തോഷത്തോടെ കടന്നുപോയി. പിന്നെ മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിലേക്ക് നാം എത്തി. മത്സ്യത്തൊഴിലാളികൾ അരയ്ക്കുവരെ വെള്ളത്തിൽ നിൽക്കുകയായിരുന്നു. അവർ വള്ളത്തിൽ നിന്നോ കരയിൽ നിന്നോ അല്ല, നദിക്കുള്ളിൽ തന്നെ നിന്നാണ് മത്സ്യം പിടിക്കുന്നത്. നിറമുള്ള പക്ഷികൾ നദിയിലേക്കിറങ്ങി വന്നു. കടലിൽ നിന്നുള്ള ഇളം കാറ്റ് മുഖത്ത് സുഖമായി തട്ടി. അവസാനം ഒരു റോഡരികിലെത്തി. അവിടെ ഞാൻ നദിയോട് വിട പറഞ്ഞു. ചീറുന്ന ശബ്ദത്തോടെ ഒരു കൂട്ടം പന്നികൾ കടന്നുപോയി. അവയെ ഒരു വയോധിക സ്ത്രീ മുളവടികൊണ്ട് നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. അവസാനം ബ്രഹ്മ തിരിഞ്ഞ് നമ്മോട് വിട പറഞ്ഞു. ഞാൻ വീണ്ടും കാണാൻ കഴിയുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചു. അദ്ദേഹം സമ്മതിച്ചു. പിന്നെ ഞാൻ ധൈര്യം കണ്ടെത്തി ചോദിച്ചു, എനിക്കൊരിക്കൽ നിങ്ങളുടെ വീട്ടിൽ വരാനുള്ള ഭാഗ്യം ലഭിക്കുമോ? എന്റെ ബ്രാഹ്മണ സുഹൃത്തിന്റെ അത്ഭുതത്തിനിടയാക്കി യോഗി ഉടൻ തന്നെ സമ്മതിച്ചു. ഇന്നു തന്നെ വൈകുന്നേരം വരാം എന്ന് അദ്ദേഹം പറഞ്ഞു. സന്ധ്യ പതുക്കെ ഇറങ്ങുമ്പോൾ ബ്രഹ്മ വരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ കാത്തിരുന്നു. അദ്ദേഹത്തെ വീണ്ടും കാണാനുള്ള ഒരു ഉത്സുകത മനസ്സിനുള്ളിലുണ്ടായിരുന്നു. ബ്രഹ്മ പറഞ്ഞ ചെറിയ ജീവിതകഥ എന്നെ ആകർഷിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലെ അപൂർവത എനിക്കിപ്പോഴും എന്നെ ആശയക്കുഴപ്പത്തിലാക്കി. വീട്ടിലെ ജോലിക്കാരൻ ബ്രഹ്മ എത്തിയെന്നറിയിച്ചപ്പോൾ ഞാൻ വരാന്തയിൽ നിന്ന് താഴേക്കിറങ്ങി. 2 ഉള്ളം കൈകൾ ചേർത്തുയർത്തി ഇന്ത്യൻ അഭിവാദ്യമായ നമസ്കാരം. ഈ ചിഹ്നത്തിന്റെ അർത്ഥം ഞാൻ ഇതിനോടകം പഠിച്ചിരുന്നു. നിന്റെ ആത്മാവും എന്റെ ആത്മാവും ഒന്നാണ് എന്ന സന്ദേശം. പാശ്ചാത്യർക്ക് ഇതല്പം വിചിത്രമായി തോന്നാം. എങ്കിലും ഇന്ത്യയിൽ ഇത് ഹാൻഡ്ഷേക്കിനു പകരമുള്ള സൗഹൃദ ചിഹ്നമാണ്. ഒരു യൂറോപ്യൻ ഇത് ചെയ്യുമ്പോൾ ഇന്ത്യക്കാർക്ക് പ്രത്യേക സന്തോഷമുണ്ടാകും. കാരണം അത് അപൂർവം. എനിക്ക് ഇന്ത്യക്കാരനായി മാറണം എന്നൊരു ലക്ഷ്യമില്ല. പക്ഷെ ഞാൻ മറ്റുള്ളവരെ എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ അവരെ ആദരിക്കണമെന്നതാണ് എന്റെ നിലപാട്. ബ്രഹ്മ എന്നോടൊപ്പം വലിയ മുറിയിലേക്ക് വന്നു. അദ്ദേഹം ഉടൻ തന്നെ നിലത്ത് കാലുകൾ മടക്കിയിരുന്നു. ദിവാനിലിരിക്കാമല്ലോ, അത് മൃദുവും സുഖകരവുമാണ്, ഞാൻ വിവർത്തക മുഖേന ചോദിച്ചു. പക്ഷെ ബ്രഹ്മ നിരസിച്ചു. അദ്ദേഹത്തിന് നിലത്ത് ചമ്രം പടിഞ്ഞിരിക്കാനാണിഷ്ടം. അദ്ദേഹം വന്നതിൽ നന്ദി അറിയിച്ചു. ഞാൻ കുറച്ച് ഭക്ഷണം നൽകി. അദ്ദേഹം അത് മൗനത്തിൽ സ്വീകരിച്ചു കഴിച്ചു. ഭക്ഷണത്തിനു ശേഷം എനിക്കെന്റെ കാര്യം അദ്ദേഹത്തോട് പറയണമെന്ന് തോന്നി. എന്തുകൊണ്ടാണ് ഞാൻ ഇന്ത്യയിലെത്തിയതെന്ന്, എന്താണ് എന്നെ ഇവിടെ എത്തിച്ചതെന്ന് എന്നിവ അദ്ദേഹത്തോട് എനിക്ക് പറയണമായിരുന്നു. ഞാൻ ചുരുക്കത്തിൽ എൻ്റെ യാത്രയുടെ പശ്ചാത്തലം പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ തമ്മിലുള്ള സൗഹൃദം കൂടുതൽ അടുക്കാൻ കഴിഞ്ഞു എന്ന് തോന്നി. അദ്ദേഹം എൻ്റെ ചുമലിൽ സൗഹൃദത്തോടെ കൈവച്ചു. പാശ്ചാത്യ ലോകത്തും ഇത്തരത്തിലുള്ള മനുഷ്യരുണ്ടെന്നത് കേൾക്കുന്നത് സന്തോഷകരമാണ്, ബ്രഹ്മ പറഞ്ഞു. താങ്കളുടെ യാത്ര വൃഥയായിട്ടില്ല. ഇവിടെ പലതും പഠിക്കാൻ കഴിയും. നമ്മുടെ വഴികൾ ഒന്നിച്ചെത്തിയത് വിധിയുടെ കളിയാണ്. താങ്കൾക്കറിയാൻ ആഗ്രഹമുള്ളതെല്ലാം ചോദിക്കൂ. എൻ്റെ അറിവുകൾ അനുവദിക്കുന്നത്ര ഞാൻ മറുപടി നൽകാം. അത് കേട്ടപ്പോൾ ഞാൻ ഭാഗ്യവാനാണെന്ന് തോന്നി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ യോഗ പദ്ധതി എന്താണ്? അതിൻ്റെ ലക്ഷ്യമെന്താണ്? അതിൻ്റെ ചരിത്രം എത്ര പഴയതാണ്?
ബ്രഹ്മ ശാന്തമായി മറുപടി പറഞ്ഞു. ഞാൻ അഭ്യസിക്കുന്ന ശരീരനിയന്ത്രണ യോഗം എത്ര പഴക്കമുള്ളതാണെന്ന് ആരാണ് പറയാൻ ധൈര്യപ്പെടുക? നമ്മുടെ രഹസ്യഗ്രന്ഥങ്ങൾ പറയുന്നു, ഈ യോഗം ശിവൻ മഹർഷി ഗേരണ്ടനു നൽകിയതാണെന്ന്. അവിടെ നിന്ന് ശിഷ്യപരമ്പരയിലൂടെ ആയിരക്കണക്കിന് വർഷങ്ങളായി ഇത് കൈമാറപ്പെട്ടു. അന്നുപോലും മനുഷ്യൻ ആത്മീയമായി പിന്നിലായിരുന്നതിനാൽ ദൈവങ്ങൾ ശരീരത്തിലൂടെ തന്നെ മോചനത്തിലേക്കുള്ളൊരു മാർഗം നൽകി എന്നാണ് വിശ്വാസം. എന്നാൽ ഈ യോഗത്തെ ശരിക്കും മനസ്സിലാക്കുന്നത് അതിൽ പൂർണ്ണാധിപത്യം നേടിയവർ മാത്രമാണ്. സാധാരണക്കാർക്കിടയിൽ ഇതിനെക്കുറിച്ച് അനേകം തെറ്റിദ്ധാരണകളുണ്ട്. ഇന്ന് യഥാർത്ഥ യോഗികൾ വളരെ വിരളമാണ്. അതിനാൽ അസംബന്ധമായ പല പ്രവൃത്തികളും യോഗമെന്ന പേരിൽ നടക്കുന്നു. ബനാറസിൽ പോയാൽ മുൾകുത്തുള്ള കിടക്കയിലിരിക്കുന്നവരെയും ഒരു കൈ വർഷങ്ങളോളം ഉയർത്തി നഖങ്ങൾ വളർത്തുന്നവരെയും കാണാം. അവരെല്ലാം നമ്മുടെ യോഗം ചെയ്യുന്നു എന്നാളുകൾ പറയും. പക്ഷേ അത് തെറ്റാണ്. അവർ യോഗത്തെ അപമാനിക്കുകയാണ്. ജനശ്രദ്ധ നേടാൻ ശരീരം പീഡിപ്പിക്കുക അതല്ല നമ്മുടെ ലക്ഷ്യം. അവർ കേട്ടുകേൾവി അറിഞ്ഞ് ചില അഭ്യാസങ്ങൾ തെറ്റായി ഉപയോഗിക്കുന്ന അജ്ഞാനികളാണ്. എന്നാൽ സാധാരണ ജനങ്ങൾ അവരെ ആരാധിക്കുകയും ധനസഹായം നൽകുകയും ചെയ്യുന്നു. ഞാൻ ചോദിച്ചു, പക്ഷേ യഥാർത്ഥ യോഗികൾ തന്നെ അകന്നു നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ? ബ്രഹ്മ ചുമലുകളൊന്നുയർത്തി ചെറുതായി പരിഹാസത്തോടെ പറഞ്ഞു. ഒരു രാജാവ് തന്റെ ആഭരണങ്ങൾ പൊതുവഴിയിൽ വയ്ക്കുമോ? ഇല്ല, അവൻ അവയെ കൊട്ടാരത്തിന്റെ ആഴത്തിലുള്ള ഖജനാവിലാണ് സൂക്ഷിക്കുന്നത്. യോഗജ്ഞാനം അത്രയേറെ വിലപ്പെട്ടതാണ്. അത് ചന്തയിൽ വെച്ച് വിതരണം ചെയ്യേണ്ടതാണോ? ആർക്കെങ്കിലും അത് വേണമെങ്കിൽ അവരതിനെ തേടി യാത്ര ചെയ്യണം. അതുതന്നെയാണ് ശരിയായ വഴി. നമ്മുടെ ഗ്രന്ഥങ്ങൾ വീണ്ടും വീണ്ടും രഹസ്യത്വം നിർദ്ദേശിക്കുന്നു. പരീക്ഷിക്കപ്പെട്ട വിശ്വസ്തരായ ശിഷ്യന്മാർക്ക് മാത്രമേ ഗുരുക്കന്മാർ ആഴത്തിലുള്ള ഉപദേശം നൽകൂ. ഈ യോഗ ഏറ്റവും അപകടസാധ്യതയുള്ളതുമാണ്, അഭ്യസിക്കുന്നവർക്കും ചിലപ്പോൾ മറ്റുള്ളവർക്കും വരെ. അതിനാൽ താങ്കളോട് അടിസ്ഥാന കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. അത് മനസ്സിലായി, ഞാൻ പറഞ്ഞു. എന്നാൽ ഒരു ഭാഗമുണ്ട്, ബ്രഹ്മ തുടർന്നു. അതിനെക്കുറിച്ച് കൂടുതൽ തുറന്നു പറയാം. ആരംഭകരുടെ ശരീരവും മനോബലവും ശക്തിപ്പെടുത്തുന്ന അഭ്യാസങ്ങൾ. അത് പാശ്ചാത്യ ലോകത്തിന് തീർച്ചയായും താൽപ്പര്യമുണ്ടാകും, ഞാൻ പറഞ്ഞു. നമുക്ക് ഏകദേശം 20ഓളം ശരീരാഭ്യാസങ്ങളുണ്ട്. അവ ശരീരഭാഗങ്ങളെ ശക്തിപ്പെടുത്തുകയും ചില രോഗങ്ങളെ തടയുകയോ മാറ്റുകയോ ചെയ്യും. അവയിൽ ചിലത് പ്രത്യേക നാഡീകേന്ദ്രങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുന്ന ആസനങ്ങളാണ്. ഇവ ശരിയായി പ്രവർത്തിക്കാത്ത ചില അവയവങ്ങളെ ബാധിക്കുകയും അവയെ ശരിയാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. മരുന്നുകൾ ഉപയോഗിക്കുമോ? ഞാൻ ചോദിച്ചു. ചിലപ്പോൾ, ബ്രഹ്മ പറഞ്ഞു. അമാവാസി കഴിഞ്ഞ് പൗർണമിയിലേക്കുള്ള ചന്ദ്രനുള്ള സമയത്ത് പറിച്ച ചില ഔഷധസസ്യങ്ങൾ ഉപയോഗിക്കും. ആരംഭഘട്ടത്തിൽ ശരീരാരോഗ്യം വീണ്ടെടുക്കാൻ 4 മാർഗങ്ങൾ പഠിപ്പിക്കുന്നു. 1. വിശ്രമകല. നിശ്ചലത, ആശ്വാസം, ആഴത്തിലുള്ള വിശ്രമം എന്നിവ കണ്ടെത്തുന്നതിനുള്ള ബോധപൂർവമായ പരിശീലനം. കൂടാതെ നാഡികളെ ശാന്തമാക്കാനുള്ള അഭ്യാസങ്ങൾ. 2. നീട്ടലുകൾ അഥവാ സ്ട്രെച്ചിങ്. ആരോഗ്യമുള്ള മൃഗങ്ങളുടെ സ്വാഭാവിക നീട്ടലുകളിൽ നിന്ന് പഠിച്ചതാണിത്. 3. ശരീരശുദ്ധീകരണം. താങ്കൾക്ക് വിചിത്രമായി തോന്നാം, പക്ഷേ അതീവ ഫലപ്രദമാണ്. 4. ശ്വാസനിയന്ത്രണം. ഞാൻ ചില അഭ്യാസങ്ങൾ കാണിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ബ്രഹ്മ പുഞ്ചിരിച്ചു. ഇവയിൽ രഹസ്യമൊന്നുമില്ല. വിശ്രമകലയിലാണ് തുടങ്ങാം. പൂച്ചയിൽ നിന്ന് നമുക്കിത് പഠിക്കാം. പൂച്ച ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ എലിയെ കാത്തിരിക്കുമ്പോൾ എത്ര പൂർണ്ണമായ വിശ്രമമാണത്. നിങ്ങൾ വിശ്രമിക്കുന്നുവെന്ന് കരുതുന്നു, പക്ഷേ കസേരയിലിരിക്കുമ്പോഴും മനസ്സ് നിർത്താതെ ഓടിക്കൊണ്ടിരിക്കും. അതെന്തു വിശ്രമമാണ്? ഇത് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞു. മൃഗങ്ങൾ പ്രകൃതിയുടെ ശബ്ദം അഥവാ സ്വാഭാവിക ബോധം കേൾക്കുന്നു. മനുഷ്യർ ചിന്തകളുടെ അടിമകളാണ്. അതുകൊണ്ട് ശരിയായ വിശ്രമം അവർക്കില്ല. ആദ്യം പഠിക്കേണ്ടത് നിലത്തിരിക്കുന്ന കിഴക്കൻ രീതി തന്നെയാണ്. ബ്രഹ്മ വിശദമായി എങ്ങനെ ഇരിക്കണം, എങ്ങനെ പിറക് നേരെയാക്കണം, എങ്ങനെ ശാന്തമായി ശ്വാസമെടുക്കണം എല്ലാം പറഞ്ഞു. ഞാൻ നിലത്തിരുന്ന് പരീക്ഷിച്ചു. നന്നായി, ബ്രഹ്മ പറഞ്ഞു. പക്ഷെ നട്ടെല്ല് നേരെയാക്കൂ.
പിന്നെ ബ്രഹ്മ മറ്റൊരു പൊസിഷൻ കാണിച്ചു. മുട്ടുകൾ നെഞ്ചിലേക്കുയർത്തി കൈകൾ ചേർത്ത നില. നീണ്ട നേരം നിൽക്കുമ്പോൾ ഇത് നല്ലതാണ്, അദ്ദേഹം പറഞ്ഞു. അവസാനം അവൻ പറഞ്ഞു, ഇപ്പോൾ കിടന്നുറങ്ങുന്ന പൊസിഷൻ. നിലത്ത് കിടന്ന് ശരീരം പൂർണ്ണമായി വിട്ടുകൊടുക്കുക. ഇതാണ് ശവാസനം. ഇത് ശരീരത്തെ ശാന്തമാക്കും. മാംസപേശികളുടെ വിശ്രമമാണ് മനസ്സിന്റെ വിശ്രമത്തിന് മുൻപ്. അങ്ങനെ നോക്കിയാൽ നിങ്ങളുടെ യോഗം വെറും ഇരിപ്പും കിടപ്പുമാണല്ലോ, ഞാൻ പറഞ്ഞു. ബ്രഹ്മ ചിരിച്ചു. അത് ചെറുതാണോ? നിങ്ങൾക്ക് സജീവത ഇഷ്ടമാണ്, പക്ഷേ ശാന്തതയുടെ വില അറിയാമോ? യോഗത്തിന്റെ തുടക്കം വിശ്രമമാണ്. അത് ഇന്ത്യയ്ക്ക് മാത്രമല്ല, നിങ്ങളുടെ ലോകത്തിനും ആവശ്യമുണ്ട്. ബ്രഹ്മ എഴുന്നേറ്റു പറഞ്ഞു, ഇന്ന് ഇത്ര മതി, ഞാൻ പോകുന്നു. ഞാൻ നന്ദി പറഞ്ഞു, ഇനിയും പഠിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. നാളെ നദീക്കരയിൽ എന്നെ കാണാം, അദ്ദേഹം പറഞ്ഞു. പിന്നെ കൈകൾ ചേർത്ത് വിട പറഞ്ഞ് ബ്രഹ്മ പോയി. ഞാൻ അവിടെ ഇരുന്നു, അപ്രതീക്ഷിതമായി അവസാനിച്ച ആ സംഭാഷണത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട്. ആ യോഗിയെ ഞാൻ പിന്നീട് പലവട്ടം വീണ്ടും കണ്ടു. അദ്ദേഹത്തിന്റെ അനുവാദം ചോദിച്ചുകൊണ്ട് തന്നെ പലപ്പോഴും പ്രഭാത സവാരിക്കിടയിൽ ഞാൻ അദ്ദേഹത്തെ വഴിയിൽ തടഞ്ഞ് സംസാരിച്ചു. ചിലപ്പോൾ എനിക്ക് ഭാഗ്യം കൂടുമ്പോൾ അദ്ദേഹത്തെ വീട്ടിലേക്കും ക്ഷണിക്കാനായി. അപ്പോൾ ദീർഘമായ ചർച്ചകൾ ആ സന്ധ്യകളിൽ നടന്നു. ആ സന്ധ്യകളാണ് എൻ്റെ അന്വേഷണ യാത്രയിൽ ഏറ്റവും ഫലപ്രദമായ നിമിഷങ്ങളായി മാറിയത്. കാരണം ഉച്ചസൂര്യൻ്റെ കനലിൽ വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത ചില ആഴത്തിലുള്ള അറിവുകൾ ചന്ദ്രൻ തെളിഞ്ഞു നിൽക്കുന്ന രാത്രികളിൽ അദ്ദേഹം ഓരോന്നായി പറഞ്ഞു തന്നു. ഒരു കാര്യത്തിൽ എനിക്കേറെ നാളായി സംശയമുണ്ടായിരുന്നു. സാധാരണയായി ഹിന്ദുക്കൾ തവിട്ടു നിറമുള്ളവരാണെന്നാണ് എൻ്റെ ധാരണ. എങ്കിൽ പിന്നെ ബ്രഹ്മയുടെ ചർമ്മം ഇത്രയും കറുപ്പായി ആഫ്രിക്കൻ വംശസൂചനയുണ്ടാക്കുന്ന തരത്തിൽ കാണപ്പെടുന്നത് എന്തുകൊണ്ട്? അത് അന്വേഷിച്ചപ്പോൾ ഞാൻ അറിഞ്ഞതിതായിരുന്നു. ബ്രഹ്മ ഇന്ത്യയിലെ ഏറ്റവും പഴയ ജനവിഭാഗങ്ങളിലൊന്നിൽപ്പെട്ടവനാണ്. ആദ്യകാല നാട്ടുവാസികളായ ദ്രാവിഡരിൽപ്പെട്ട ഒരാൾ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വടക്കുപടിഞ്ഞാറ് പർവ്വതങ്ങൾ കടന്ന് ആര്യന്മാർ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇവിടെ ഇതിനകം തന്നെ താമസിച്ചിരുന്ന ദ്രാവിഡ ജനതയെ അവർ തെക്കോട്ട് പിന്തള്ളുകയായിരുന്നു. ഇന്നും ആ ജനത തങ്ങളുടെ ഭാഷയും ചില ആചാരങ്ങളും നിലനിർത്തി ആര്യന്മാരുടെ മതവിശ്വാസങ്ങൾ സ്വീകരിച്ചെങ്കിലും ദ്രാവിഡ സംസ്കാരവും അവർ പിന്തുടർന്നു. കടുത്ത ഉഷ്ണമേഖലാ സൂര്യം അവരുടെ ചർമ്മത്തെ ഏറെ കറുപ്പാക്കിയിരുന്നു. ഇത് കണ്ട ചില മനുഷ്യശാസ്ത്രജ്ഞർ ഈ ജനതയ്ക്ക് ആഫ്രിക്കൻ വംശപരമ്പരയുണ്ടാകാമെന്ന് പോലും അനുമാനിച്ചിട്ടുണ്ട്. ഇന്നും ദ്രാവികർ മുടി നീട്ടി പിന്നിൽ കെട്ടിവയ്ക്കുന്നു. അവർ സംസാരിക്കുന്ന ഭാഷകൾ, പ്രത്യേകിച്ച് തമിഴ്, പാട്ടുപോലെ ഒഴുകുന്ന പുരാതനമായ ശബ്ദരീതികളാണ്. ബ്രഹ്മ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, യോഗജ്ഞാനം ആര്യന്മാർക്ക് ലഭിച്ചത് ദ്രാവിഡരിൽ നിന്നാണ്. പക്ഷേ ഇത് ഞാൻ ചില പണ്ഡിതരായ ഹിന്ദുക്കളോട് പറഞ്ഞപ്പോൾ അവരത് പരിഹാസത്തോടെ തള്ളിക്കളഞ്ഞു. അതിനാൽ ഈ വംശീയ തർക്കം ഞാൻ അവിടെ തന്നെ വിട്ടുകളഞ്ഞു. ഞാനൊരു ശാസ്ത്രീയ പ്രബന്ധം എഴുതുകയല്ല ലക്ഷ്യമിട്ടത്. അതിനാൽ ശരീരനിയന്ത്രണ യോഗത്തിലുള്ള എല്ലാ വ്യായാമങ്ങളും വിശദമായി പറയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ബ്രഹ്മ കാണിച്ച 20-ലധികം യോഗാസനങ്ങൾ പനമരങ്ങളുടെ തണലിലോ എൻ്റെ താമസസ്ഥലത്തിലോ പാശ്ചാത്യ കണ്ണുകൾക്ക് അതിശയകരമോ അസാധ്യമായതോ ചിലപ്പോൾ വിഡ്ഢിത്തമായി പോലും തോന്നുന്നവയായിരുന്നു. ചില നിലപാടുകളിൽ മുട്ടുകളിൽ മാത്രം ശരീരഭാരം വെച്ച് കാൽമുട്ടുകൾ മുകളിലേക്കുയർത്തി ബാലൻസ് പിടിക്കണം. ചിലതിൽ വിരലുകളുടെ അറ്റങ്ങളിൽ ശരീരഭാരം മുഴുവനായി താങ്ങണം. ചില അഭ്യാസങ്ങൾ കൈകൾ പിന്നിലേക്ക് തിരിച്ച് വീണ്ടും മുൻവശത്തേക്കെത്തിക്കും. ചിലത് ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഒരു കെട്ടുപോലെ ചുരുട്ടും. കാൽ കഴുത്തിനു മീതെ വയ്ക്കുന്ന ആസനങ്ങളും ശരീരം വിചിത്രമായി വളയ്ക്കുന്ന അഭ്യാസങ്ങളുമുണ്ടായിരുന്നു. ഇവയെല്ലാം കണ്ടപ്പോഴാണ് യോഗം എത്രമാത്രം കഠിനമായ കല തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ യോഗരീതിയിൽ എത്ര യോഗാസനങ്ങളുണ്ട്? ഞാൻ ചോദിച്ചു. മൊത്തം 84, ബ്രഹ്മ മറുപടി നൽകി. ഇപ്പോൾ എനിക്ക് 64 മാത്രമേ പൂർണ്ണമായി അറിയൂ. അദ്ദേഹം അത് പറയുമ്പോഴും ഒരു വിഷമമേറിയ യോഗാസനത്തിൽ എത്രയോ സൗകര്യത്തോടെ ഇരുന്നിരുന്നു. ഞാനൊരു കസേരയിലിരിക്കുന്നത് പോലെ. ഇതെനിക്കിഷ്ടപ്പെട്ട ഒരു യോഗാസനമാണ്, അദ്ദേഹം പറഞ്ഞു. അതെനിക്കല്പം അസൗകര്യമെന്ന് തോന്നിയെങ്കിലും ബ്രഹ്മയ്ക്ക് അത് സ്വാഭാവികമായിരുന്നു. ഇതിനെന്ത് ഗുണമാണ്? ഞാൻ ചോദിച്ചു. ഈ പൊസിഷനിൽ ഒരു പ്രത്യേക ശ്വാസാഭ്യാസം ചെയ്താൽ
യോഗിക്ക് യുവത്വം വീണ്ടെടുക്കാൻ കഴിയും. ആ ശ്വാസാഭ്യാസമോ? ഞാൻ ഉത്സുകനായി ചോദിച്ചു. അത് ഞാൻ വെളിപ്പെടുത്താൻ പാടില്ല. ബ്രഹ്മ പിന്നെ വിശദീകരിച്ചു. ഈ പൊസിഷനിൽ സ്ഥിരമായി ഇരിക്കുമ്പോൾ ശരീരത്തിലും മനസ്സിലും ഉറങ്ങിക്കിടക്കുന്ന ശക്തികൾ ഉണരും. അവ പ്രകൃതിയുടെ രഹസ്യശക്തികളാണ്. ശ്വാസനിയന്ത്രണം കൂടി ചേരുമ്പോൾ മാത്രമേ അവ പൂർണ്ണമായി സജീവമാകൂ. അതോടൊപ്പം ഈ അഭ്യാസങ്ങളിൽ പലതും ആരോഗ്യത്തിനും രോഗശമനത്തിനും സഹായകരമാണ്. ചിലത് ശരീരത്തിലെ അശുദ്ധികളെ പുറത്താക്കും. മറ്റു ചിലത് മനസ്സിനും ആത്മാവിനും നിയന്ത്രണം നേടാൻ സഹായിക്കും. ശരീരം ചിന്തയെ സ്വാധീനിക്കുന്നു, ചിന്ത ശരീരത്തെയും. ആഴത്തിലുള്ള ധ്യാനാവസ്ഥയിൽ ശരിയായ യോഗാസനങ്ങൾ മനസ്സിനെ സ്ഥിരതയിൽ നിർത്തും. ഇതെല്ലാവിധം അഭ്യാസങ്ങൾ തുടർച്ചയായി ചെയ്യുന്നവൻ അസാധാരണമായ മനോബലം നേടും. പക്ഷേ ഇത്രയും ശരീരം വളച്ചൊടിക്കുന്നതെന്തിന്? ഞാൻ ചോദിച്ചു. ശരീരത്തിൽ പല നാഡീകേന്ദ്രങ്ങളുണ്ട്, ബ്രഹ്മ പറഞ്ഞു. ഓരോ ആസനങ്ങൾ ഓരോ കേന്ദ്രത്തെ ഉണർത്തും. നാഡികളിലൂടെ അവയവങ്ങളെയും ചിന്തകളെയും സ്വാധീനിക്കാം. പതുക്കെ യോഗ ശരീരശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം എൻ്റെ മനസ്സിൽ വ്യക്തമായി. ഞാൻ പാശ്ചാത്യ വ്യായാമ രീതികളെക്കുറിച്ച് പറഞ്ഞു. ബ്രഹ്മ അത് കേട്ടു പറഞ്ഞു, നിങ്ങളുടെ രീതി എനിക്ക് പൂർണ്ണമായി അറിയില്ല. പക്ഷേ മദ്രാസിന് സമീപമുള്ള ക്യാമ്പിൽ സൈനികരെ പരിശീലിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ലക്ഷ്യം പേശികളെ ശക്തമാക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ചലനങ്ങളിൽ ഊർജം ചെലവഴിക്കുന്നു. തണുത്ത രാജ്യങ്ങളിൽ അത് നല്ലതാണ്. എങ്കിൽ പ്രധാന വ്യത്യാസമെന്താണ്? ഞാൻ ചോദിച്ചു. നിങ്ങൾ ശക്തിക്കായി ഊർജം ചെലവഴിക്കുന്നു, ഞങ്ങൾ സഹനശക്തിക്കായി ശരീരം ശാന്തമാക്കുന്നു. നിങ്ങൾ ഒരു അഭ്യാസം വേഗത്തിൽ ആവർത്തിക്കും, യോഗി അത് മന്ദഗതിയിൽ ചെയ്ത് അതേ ആസനങ്ങൾ കുറേ സമയം നിലനിർത്തും. പിന്നീട് അദ്ദേഹം ഒരു പ്രധാന പൊസിഷൻ കാണിച്ചു. ശരീരം മറിച്ച് തല താഴേക്ക്, കാലുകൾ മുകളിലേക്ക് ഉയർത്തിയ പൊസിഷൻ. 5 മിനിറ്റ് അതിൽ നിന്ന ശേഷം അവൻ പറഞ്ഞു, ഇത് മസ്തിഷ്കത്തിലേക്ക് രക്തപ്രവാഹം സ്വാഭാവികമായി എത്തിക്കുന്നു. ചിന്തകർക്ക്, വിദ്യാർത്ഥികൾക്ക് ഇത് അത്യന്തം ഗുണകരമാണ്. നാഡികൾ ശാന്തമാകും. അവസാനം ഞാൻ ചിന്തിച്ചു, യോഗം ശരീരത്തെ സമ്മർദ്ദം ചെയ്യുന്നില്ല, ശരീരത്തെ നിശ്ചലതയിലൂടെ ശക്തമാക്കുകയാണ്. കുറേ അഭ്യാസങ്ങൾ ഞാൻ ശ്രമിച്ചു. ചിലത് എളുപ്പമായിരുന്നു, ചിലത് അസഹ്യമായ വേദന നൽകി. അവസാനം ബ്രഹ്മ പറഞ്ഞു, ഈ എല്ലാ അഭ്യാസങ്ങളും എല്ലാവർക്കുമുള്ളതല്ല. 12 വർഷത്തെ കഠിനാധ്വാനം കൊണ്ടാണ് ഞാൻ ഇത്രയധികം പഠിച്ചത്. യൗവനത്തിൽ തുടങ്ങുന്നവർക്കാണ് ഇത് സാധ്യമാകുക. അത് കേട്ട് ഞാൻ മനസ്സിലാക്കി, പാശ്ചാത്യർക്ക് യോഗം അത്ര എളുപ്പമല്ല. എങ്കിലും ചില അടിസ്ഥാന അഭ്യാസങ്ങൾ, അത് നമ്മൾ സ്വീകരിച്ചാൽ ശരീരവും മനസ്സും ഒരുപോലെ ഉപകരിക്കും. ഞങ്ങളുടെ സംഭാഷണം അവിടെ അവസാനിച്ചു. ഞാൻ ആലോചിച്ചു, എത്ര പേർക്ക് ഇത്ര ക്ഷമയും സമയവുമുണ്ടാകും? എത്ര പേർക്ക് ശരീരം കൊണ്ട് ആത്മാവിനെ അന്വേഷിക്കാൻ ധൈര്യമുണ്ടാകും? പുണ്യാത്മാക്കളെ, ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ എന്നിവ ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം.